ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഹരിക്കെയിൻ ഹെലിൻ ചുഴലിക്കാറ്റ് അമേരിക്കയിലെ വ്യാപക നാശനഷ്ടമാണ് ഹെലിൻ ചുഴലിക്കാറ്റ് വരുത്തി വെച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം മണിക്കൂറിൽ 225 കിലോമീറ്റർ വേഗതയിലാണ് ഹെലിൻ ചുഴലിക്കാറ്റ് അമേരിക്കയിൽ ആഞ്ഞടിച്ചത്. അമേരിക്കയിലെ 6 സംസ്ഥാനങ്ങളിൽ വൻ നാശനഷ്ടമായിരുന്നു ഹെലിൻ ചുഴലിക്കാറ്റ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രത കൂടിയ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഹെലിൻ ചുഴലിക്കാറ്റ് എന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഫ്ലോറിഡയിലാണ് ചുഴലിക്കാറ്റ് കര തൊട്ടത്. പിന്നീട് അങ്ങോട്ട് നേരത്തെ അങ്ങ് അടിക്കുകയായിരുന്നു. ഏകദേശം 100 പേരിൽ മരണസംഖ്യ, അതായത് 100 പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതോടൊപ്പം 600 പേരെ കാണാതായെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം 40 ലക്ഷത്തിലധികം ആളുകൾ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലാവുകയും ചെയ്തു. വൈദ്യുതി ബന്ധങ്ങൾ താറുമാറായി. മൊബൈൽ ടവറുകൾ നിലംപൊത്തിയതിനെ തുടർന്ന് മൊബൈൽ ബന്ധം താറുമാറായി. അങ്ങനെ ഏകദേശം $100 മില്യൺ അടുത്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് സൗത്ത് കരോലൈന, നോർത്ത് കരോലൈന, ഫ്ലോറിഡ, ജോർജിയ, ടെന്നസി, വിർജീനിയ എന്നിവിടങ്ങളിലാണ് വൻ നാശനഷ്ടമുണ്ടായത്. ഫ്ലോറിഡ മുതൽ വിർജീനിയ വരെ വളരെ കനത്ത വെള്ളപ്പൊക്കത്തിനും ഈ ചുഴലിക്കാറ്റ് കാരണമായി. ഹെലിൻ ചുഴലിക്കാറ്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രത കൂടിയ ചുഴലിക്കാറ്റാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അടിച്ചുകൊണ്ടിരിക്കുന്ന ഹെലിൻ ചുഴലിക്കാറ്റ്. ഇപ്പോൾ തീവ്രത കുറഞ്ഞ വടക്ക് ദിശയിൽ കാറ്റ് സഞ്ചരിക്കുകയാണ്. എങ്കിലും വ്യാഴാഴ്ച തൊട്ട് ഇന്നലെ വരെ കനത്ത നാശനഷ്ടമായിരുന്നു. അതായത് വ്യാഴാഴ്ച തൊട്ട് തിങ്കളാഴ്ച വരെ കനത്ത നാശനഷ്ടമായിരുന്നു അവിടെ. സെപ്റ്റംബർ 30 വരെ കനത്ത നാശനഷ്ടമായിരുന്നു അവിടെ അമേരിക്കയിൽ വരുത്തി വെച്ചത്. 100-ലധികം പേർ മരിക്കുകയും 600-ലധികം പേരെ കാണാതാവുകയും ചെയ്തു. വൈദ്യുതി ബന്ധം, മൊബൈൽ ബന്ധം, നെറ്റ് സർവീസുകൾ എല്ലാം, നെറ്റ് കണക്ടിവിറ്റി എല്ലാം താറുമാറാവുന്ന കാഴ്ചയാണ് അമേരിക്കയിൽ നിന്നും കണ്ടത്. ഏകദേശം 800-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഈ 6 സംസ്ഥാനങ്ങളിൽ, അതായത് ഈ കനത്ത നാശം വിധിച്ച 6 സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് US ഗവൺമെൻറ്. ഫ്ലോറിഡയിലാണ് കാറ്റ് വ്യാഴാഴ്ച നിലം തൊട്ടതെങ്കിൽ പിന്നീട് അങ്ങോട്ട് മണിക്കൂറിൽ 225 വേഗത്തിൽ അടിച്ച് തകർക്കുകയായിരുന്നു ഹെലിൻ ചുഴലിക്കാറ്റ്. അമേരിക്കയിൽ ഇങ്ങനെ ഒട്ടനവധി ചുഴലിക്കാറ്റുകൾ നമ്മൾ സ്ഥിരം വാർത്തകളിൽ നമ്മൾ കാണുന്നതാണ്. എങ്കിലും ഈ പ്രാവശ്യം അടിച്ചത് വളരെ തീവ്രത കൂടിയ ചുഴലിക്കാറ്റാണ്. ഏതായാലും അമേരിക്കൻ ഗവൺമെൻറ്റൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ആവശ്യക്കാർക്ക് വേണ്ട ഭക്ഷണങ്ങളും വെള്ളവും ഭക്ഷണങ്ങളും എല്ലാം എത്തിച്ചുകൊണ്ടും എല്ലാം വൈദ്യുതി ബന്ധങ്ങളൊക്കെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. 40 ലക്ഷത്തിലധികം പേരാണ് ഇരുട്ടിലായത്. അതോടൊപ്പം നെറ്റ് സർവീസുകളും മൊബൈൽ സർവീസുകളും എല്ലാം നിലം പതിക്കുകയാണ് ചെയ്തത്. ടവറുകളൊക്കെ തകർന്നു വീണതോടുകൂടി അങ്ങനെ വൻ രീതിയിലുള്ള നാശനഷ്ടമായിരുന്നു ഹെലിൻ ചുഴലിക്കാറ്റ് അമേരിക്കയിൽ വരുത്തി വെച്ചതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.